നമസ്കാരം. നാം ഏവരും മുഹൂർത്തത്തിനായിട്ട് ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നു. അദ്ദേഹത്തോട് പറയുകയാണ്, ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 13-ാം തീയതിക്കകം 15-ാം തീയതിക്കകം എനിക്കൊരു വിവാഹത്തിന് മുഹൂർത്തം വേണം. മുഹൂർത്തം ആ സമയത്തിന് ഉണ്ടാവണം, യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇതിലേക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ആവശ്യം പല രീതിക്കാണ്. വ്യവഹാരം നടന്നു പോകണം, അതായത് ലോക വ്യവഹാരത്തിൽ ലൗകിക കാര്യങ്ങൾ വിഷയങ്ങളെല്ലാം തന്നെ നടന്നു പോകണം. അപ്പോൾ അതിൽ ഒരു ബന്ധു വരാനായിട്ട് ശ്രമിക്കുകയാണ്, അമേരിക്കയിൽ നിന്ന് വരികയാണ്. അദ്ദേഹത്തിന് ഈ 10 ദിവസത്തിനകത്തേ വരാൻ പറ്റുകയുള്ളൂ. ആയതിനാൽ ആ 10 ദിവസത്തിനുള്ളിൽ ഒരു മുഹൂർത്തം വേണം എന്ന് നാം ശഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്ത യഥാർത്ഥത്തിൽ മുഹൂർത്തമാണോ വേണ്ടത്, അല്ല ഒരു ദൈവജ്ഞൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന വാക്ക്, ഇന്ന ദിവസം ചെയ്തുകൊള്ളൂ എന്ന വാക്കാണോ നമുക്ക് വേണ്ടത്? യഥാർത്ഥത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു മുഹൂർത്തമുണ്ട്, തന്നിട്ടുണ്ട് എന്ന മാനസിക തൃപ്തിയിലാണ് നാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതൊരു മുഹൂർത്തമാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അദ്ദേഹത്തോട് നാം പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് 1-നും 10-നും ഇടയ്ക്ക് മുഹൂർത്തം വേണം. അപ്പോൾ അദ്ദേഹം അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ദിവസം എടുത്തു തരും. 1 വർഷം മുന്നേ ഉള്ള കല്യാണമാണെങ്കിൽ 1 വർഷം മുന്നേ തന്നെ ഈ വിവാഹത്തിന് നാം മണ്ഡപമൊക്കെ ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ. അങ്ങനെ ബുക്ക് ചെയ്യുന്നു. വേറൊന്ന് ചോദിക്കട്ടെ, ആ കല്യാണത്തിന് ഒരു മാസം മുമ്പേ ആരെങ്കിലുമൊക്കെ ഈ മുഹൂർത്തം തെറ്റാണല്ലോ, ഇല്ലെങ്കിൽ ഈ മുഹൂർത്തം പറ്റില്ലല്ലോ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നേരെ പോകുന്നത് ആ ജ്യോതിഷിയെ കുറ്റം പറയാനായിരിക്കും. പക്ഷെ അദ്ദേഹം ഈ മുഹൂർത്തം തന്നത് നമ്മളുടെ പിടിപ്പുകേട് കൊണ്ടാണ്. നമ്മൾ ശഠിച്ചു, ഫെബ്രുവരി 1-നും 10-നും ഇടയ്ക്ക് എനിക്ക് മുഹൂർത്തം വേണം എന്ന ഒരു വിഷയത്തിൻ്റെ പുറത്താണ് നാം ഈ മുഹൂർത്തം എടുത്തത് എന്നുള്ള ചിന്ത നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മൾ നേരെ ജ്യോതിഷിയെ കുറ്റം പറയും. നാവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറ്റം പറയും, ആൾ എങ്ങനെ തരാൻ പറ്റും എന്നുള്ളതായി. അപ്പോൾ ഇതിലേക്ക് കാരണമായത് നമ്മുടെ ടൈം ഫ്രെയിമാണ്. അല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ജ്യോതിഷിയുടെ അടുത്ത് ഇന്ന സമയം 2026-ലോ 27-ലോ 28-ലോ എങ്ങനെയാണോ ഈ സമയത്ത് ഒരു നല്ലൊരു മുഹൂർത്തം എനിക്ക് എടുത്തു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷപൂർവ്വം അദ്ദേഹം നല്ലൊരു മുഹൂർത്തം എടുത്തു തരും. അങ്ങനെ ഒരു 1-2 മുഹൂർത്തങ്ങൾ എടുക്കുക. അപ്പം നമ്മുടെ കാര്യവും നടക്കും. അതിനനുസരിച്ച് ഈ ലീവും കാര്യങ്ങളും എല്ലാം കാലേക്കൂട്ടി തന്നെ പ്ലാൻ ചെയ്യുവാനും സാധിക്കും. അല്ലാതെ ലീവിനനുസരിച്ച് മുഹൂർത്തം എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ മുഹൂർത്തം സൂര്യനെയും ചന്ദ്രനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യം വരുന്നത്. പഞ്ചാംഗമാണ്. സൂര്യനും ചന്ദ്രനും നമുക്ക് വഴങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ നമ്മൾ മുഹൂർത്തം നോക്കണമെന്ന് നിർബന്ധമേ ഇല്ലല്ലോ. ആര് പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളത്? നമ്മളുടെ ആചാരത്തിൽ വരുന്ന പദ്ധതികൾ ആചരിക്കുവാനായിട്ടുള്ള വേണ്ട വിഷയങ്ങൾ ശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്നത് ചെയ്താൽ നന്നായിരിക്കും. കാരണം ആ മുഹൂർത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോഷഫലങ്ങളെ മാറ്റുക, നല്ല സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വിഷയമാണ്. അപ്പോൾ നമ്മളിൽ ആ വിവാഹം എന്നുള്ളതിലേക്ക് ചിന്തിക്കുമ്പോൾ അതിലുള്ള ദോഷങ്ങളെല്ലാം മാറി നല്ലൊരു സമയത്തിലേക്ക് ചെയ്യുവാനായിട്ട് മനുഷ്യ മനസ്സിന് തോന്നിയത് കൊണ്ട് മുഹൂർത്തത്തിലേക്ക് നാം ജ്യോതിഷെടുത്ത് പോകുന്നു. അപ്പോൾ അവിടെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ എല്ലാം പാളും. ഇനി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ചിന്തിക്കാം, ഇനി മുഹൂർത്തമില്ല, ഇനിയിപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിലും വേറൊരുത്തൻ ഈ മുഹൂർത്തം കൊടുക്കും, അതിന് ആ 1000 രൂപ ഞാൻ എന്തിനു കളയണം എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. എന്നാൽ പിന്നെ പിടിച്ചോളൂ, ഒരു മുഹൂർത്തമായി. ഇത് ഒരു അനാചാരത്തിലേക്ക് പോവുകയാണ്. എപ്രകാരം? ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരുത്തൻ വിചാരിക്കുമ്പോൾ അന്ന് മുഹൂർത്തം ഉണ്ടല്ലോ, എൻ്റെ ജ്യോതിഷൻ തന്നില്ലല്ലോ, എൻ്റെ ജ്യോതിഷി എനിക്ക് തന്നില്ല, വേറൊരാൾ മുഹൂർത്തം കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് ഈ അനാചാരം. അപ്പോൾ ഇത് എവിടെയോ ഒരു തുടക്കമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് ഒരു മുഹൂർത്തത്തിന് വേണ്ടി നാം ജ്യോതിഷിയുടെ അടുത്ത് സമീപിക്കുമ്പോൾ 1, 2, 3 മുഹൂർത്തം ഉണ്ടെങ്കിൽ സ്വീകരിച്ച ശേഷം നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോയാൽ നമ്മുടെ കാര്യവും നടക്കും. ഈ മുഹൂർത്തം, നല്ല മുഹൂർത്തം നമുക്ക് ലഭിക്കുകയും ചെയ്യും, ആചാരം നിലനിന്ന് പോകുകയും ചെയ്യും എന്നുള്ളതിൽ തർക്കമില്ല. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.